എന്തത്തെ ഇപ്പൊ നിങ്ങളെ കഥ? എന്താ കഥ? പുറത്തായിട്ട് ഇനിയിപ്പോ എന്തൊക്കെ നിങ്ങൾ കളിച്ചാൻ പറഞ്ഞത്? ഞങ്ങള് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവരാണ്, അതാണ്. കളിക്കാൻ വരും. ആദ്യം തന്നെ പുറത്തായെന്ന് വിചാരിച്ചുകൊണ്ട് കാമിൻസൊക്കെ വല്ല കാര്യമുണ്ട് ഇങ്ങോട്ട് ഓടി വരണ്ടേ? പുറത്തായില്ലേ? മൂപ്പർക്ക് കോൺട്രാക്ട് ഉണ്ട്, മൂപ്പര് ഇങ്ങോട്ട് വരും, മൂപ്പര് കളിച്ചു. സ്റ്റാർക്കൊന്നും വരുന്നില്ലല്ലോ. ആ പേടിച്ചിങ്ങാണ്ട് പേഴ്സണൽ റീസൺ പറഞ്ഞു പോയതല്ലേ. ഒരു പേടിയില്ല. ഇതെന്താന്നറിയോ, നിങ്ങളിപ്പോ എന്താ തോറ്റില്ല, ഇനിയിപ്പോ അവസാനം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടണ്ട. അല്ല, ഈ വർത്താനം പറയണവർക്ക് ഇപ്പൊ എന്തെങ്കിലും ചാൻസ് ഉണ്ട്? നിങ്ങൾക്ക് ഒരു ചാൻസും ഇല്ല, വെറുതെ കാൽക്കുലേറ്റർ പിടിച്ചിട്ടല്ലേ. ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല സാധ്യത ഉണ്ട്. ഞങ്ങളെ ബാക്കിയുള്ള കളികൾ 3 ജയിക്കുന്നു. ഇപ്പൊ മുംബൈക്ക് ഈ പറയണ പോലെ അവരെ കളികളെല്ലാം ജയിക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റേ DC ഫുൾ പോയിന്റ് കിട്ടാതിരിക്കുന്നു. അങ്ങനെ വന്നാൽ ഞങ്ങൾ എന്താ അവരൊക്കെ ഇനി കളിച്ചാതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇവിടെ ജയിക്കും. നിങ്ങൾ അതിന് വേണ്ടിട്ട് അങ്ങനെ ഇപ്പൊ പന്തുഭാവന്റെ ടീം അങ്ങനെ കേറും ഒന്നുമില്ല. പന്ത് ഇതുവരെ കളിച്ചായിരുന്നു എന്തിനാന്നറിയാം, അവസാനം കളിച്ചാനായിരുന്നു. മറ്റേ സസ്പെൻഷൻ ഉണ്ടായില്ലേ കളി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു പന്തിനെ കാണും. ഒരു റീസ്റ്റാർട്ട് ആയ പന്ത് ഞങ്ങൾ കണ്ടു. ഞങ്ങള് പൂരനും മറ്റേ ഇവരൊക്കെ കൂടി മില്ലറും പിന്നെ ഞങ്ങളെ മറ്റേ മാർച്ചൊക്കെ കൂടി ഉണ്ടല്ലോ, ഞങ്ങളെ അടിക്കുന്ന തൂപ്പാനാക്കും. ഞങ്ങൾക്ക് പേര് പറയണെങ്കിൽ ഞങ്ങൾക്ക് കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ പേര് പറയണില്ല. വേറെ പറയാനില്ല. ഹെഡിന് കോവിഡ് ആണ്. ഹെഡിന് രാവിലെ പേരനുള്ളൂ, ഇതൊന്നും കളിച്ചില്ല. ആ ഒരു കളിയിലാണ് ഈ ഇഷാങ്കി. അതാ ഞാൻ പറഞ്ഞത്, പേര് പറയണില്ല. പേര് പറഞ്ഞനുസരിച്ച് കളിച്ചു കഴിഞ്ഞെങ്കിൽ എവിടെ എത്തിയേനെ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ വർത്താനം പറയണില്ല. പക്ഷേ ഞങ്ങൾ ടീം ബൗളിംഗിൽ ആരാ? ഷാമിയും കമിൻസും എന്തേലും വലിയ പേരുകൾ ഉനർക്കടില്ലാന്ന് അറിഞ്ഞു. അവർക്ക് പേഴ്സണൽ റീസൺ മുങ്ങി. ഞങ്ങളെ ടീം ഉള്ളോരെ വെച്ച് ഞങ്ങൾ കളിക്കും. നിങ്ങൾക്ക് അങ്ങനെ അത്ര തോൽക്കും. എല്ലാ പ്രാവശ്യത്തും പോലെ നിങ്ങൾ തോൽക്കും. LSC അങ്ങനെ തോൽക്കൂല. എന്തേ? LSC എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഈ അവസ്ഥ 7ാം നമ്പറിൽ ഇങ്ങനെ നിൽക്കണ്ടേ. 7 ഞങ്ങൾക്ക് ഇപ്പോഴും സാധ്യതകൾ ബാക്കിയുണ്ട്. ഞങ്ങൾ എലിമിനേറ്റഡ് ആണ്. ഇനിയിപ്പോ ഇന്നത്തെ കളി കഴിഞ്ഞാൽ നിങ്ങൾ എലിമിനേറ്റഡ് ആവും. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ നിങ്ങളും.